ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ റോസ്റ്റാണ്. എപ്പോഴും നമ്മൾ ഒരേ രീതിക്കൊന്നും വെച്ച് നോക്കാതെ ഇതുപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കിയാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചിക്കൻ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് കണ്ടു നോക്കാം. അതിനായിട്ട് ഇതാ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവ് നിങ്ങൾക്ക് നോക്കിയിട്ട് കൂടുതലും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 3/4 ടേബിൾ സ്പൂണോളം ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളി ഇതുപോലെ നല്ലോണം ചതച്ചെടുത്തിട്ടുള്ളതാണ്. ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കുറച്ചധികം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂണോളം ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പാകത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള പൊടികളൊക്കെ എല്ലാ ഭാഗത്തും ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്ത ശേഷം നമ്മളിതൊരു 10-15 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കുക. ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള സവാള ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ചധികം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയ്ക്ക് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഒരു മീഡിയം സൈസുള്ള 2 സവാള നല്ലോണം സ്ലൈസ് ആക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ആദ്യം ഞാൻ പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ബാക്കിയും കൂടെ ഇട്ടിട്ടാണ് ഫ്രൈ ആക്കി എടുത്തിട്ടുള്ളത്. ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ഉള്ളി നല്ലോണം ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് വെളിച്ചെണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. ഇനി നമ്മൾ ഫ്രൈ ആക്കി എടുത്തിട്ടുള്ള സവാള ഇതുപോലെ ഒന്ന് ചൂടാറിയ ശേഷം കൈ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് നല്ലോണം പൊടിയാക്കൊന്നും വേണ്ട. ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് പൊടിഞ്ഞ് കിട്ടിയാൽ മതി. എന്നിട്ട് നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഇതുപോലെ കൈ വെച്ചിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ മതി. ഇനി ചിക്കൻ നമുക്ക് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് നേരത്തെ സവാള ഫ്രൈ ചെയ്തിട്ടുള്ള വെളിച്ചെണ്ണ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നിന്ന് പകുതി ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 2-3 ടേബിൾ സ്പൂണും വെളിച്ചെണ്ണ മാത്രം മതി നമുക്ക് ഈ ഒരു ചിക്കൻ്റെ റെസിപ്പി റെഡിയാക്കി എടുക്കാനായിട്ട്. എന്നിട്ട് ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുത്തിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റൊക്കെ വേവിച്ചെടുക്കാം. ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. ചിക്കനിൽ നിന്ന് ഇറങ്ങിയ വെള്ളത്തിലാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യം ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചെടുത്ത ശേഷം ചിക്കനിൽ നിന്ന് നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വരുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് ഒരു 10-20 മിനിറ്റൊക്കെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ അടച്ച് വെച്ചിട്ട് നമുക്കത് 20 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് തുറന്നിട്ട് ഇളക്കി നോക്കാനായിട്ട് മറന്നു പോകരുത്. വീണ്ടും അടച്ച് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റും കൂടെ ഞാനിത് വേവിച്ചെടുത്തിട്ടുണ്ട്. ചിക്കനിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ വറ്റിച്ച് ചിക്കൻ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ചുക്കയാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാവുന്നതാണ്. നെയ്ച്ചോറ്, പൊറോട്ട, ചപ്പാത്തി, അപ്പം എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് സൈഡായിട്ട് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം.